ശനിയാഴ്ച ഏട്ടന് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് തന്നെ അനിയത്തിക്ക് അംഗനവാടിക്ക് പോകാൻ വല്ലാത്തൊരു മടി കേട്ടോ. ഞാൻ ഉന്തി തള്ളിയിട്ടാണ് കുളിക്കാൻ തന്നെ അവൾ വന്നു കേട്ടോ. പിന്നെ രണ്ടാളിനെ ഒരുമിച്ചിരുത്തിയ വല്ലാത്ത തല്ലൂടാണ്. അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരാളെ അംഗനവാടിയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഏട്ടനും കൂടി പിന്നാലെ വന്നു കേട്ടോ കൊണ്ടാക്കി കൊടുക്കാനായിട്ട്. അവൾക്ക് അത് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ മത്തിയല്ല അയില ഉണ്ടായിരുന്നു. അയില കറി വയ്ക്കാൻ വിചാരിച്ചു. ചോറായിട്ടില്ല, ചോറ് പകുതി തിളച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാൻ നല്ല അടുപ്പ് കത്തുന്ന കണ്ടപ്പോൾ ആ ചോറ് മാറ്റി വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് മീൻ വറുക്കാനും കൂടി മാറ്റി വെച്ചു കേട്ടോ. വറുക്കാനുള്ളത് മാറ്റി വെച്ചപ്പോഴാണ് വീട്ടിൽ മുളക് പൊടി കഴിഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. മുളക് പൊടി പറയാനുള്ള കാര്യം പറ്റാണ്ട് വിട്ടുപോയിട്ടോ. അതങ്ങനെയാണ്, ആവശ്യമുള്ള കാര്യം പറയാൻ മറക്കും, ആവശ്യമില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അച്ഛൻ്റെ കടയിൽ നിന്ന് അധികം പഴുത്ത മുളകുകളൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഉണക്കിയിട്ട് ഈ സാധാരണ ഉണക്കമുളകിൻ്റെ കൂട്ടത്ത് ചേർത്തിട്ട് പൊടിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ പൊടിച്ചാൽ ഭയങ്കര എരിവ് കേട്ടോ കറികളിലൊക്കെ ഇട്ടാൽ. ഇത് കണ്ട എരിവില്ലെന്ന് തോന്നും, പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത മുളക് ഉണങ്ങിയതല്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഉണക്കമുളക് അരച്ചിട്ട് ഇങ്ങനെ മസാല തിരുമ്പ് കഴിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനി ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനായിരിക്കും സാധ്യത.